അപ്പം ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അനാറ് കൊണ്ടുള്ളൊരു ഷെയ്ക്കാണ്. അപ്പം ഇത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ഇത് തയ്യാറാക്കി എടുക്കാൻ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിവിടെ 2 അനാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പം എല്ലാവർക്കും അറിയുന്നതാണ് പഞ്ചസാര. അത് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്ത, ഞാനിത് പൊരിച്ച പിസ്തയാണ്. നമുക്കൊന്ന് കടിച്ച് പൊട്ടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്കിത് പീസാക്കിയിട്ട് അതിന് മേലെ 2-3 പീസാക്കി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് പാൽപ്പൊടിയാണ്, അതുപോലെ ബദാമാണ് ഇത്. പിന്നെ ജസ്റ്റ് ഞാൻ മക്കൾക്ക് കുറച്ച് ചോക്ലേറ്റ് പീസാക്കി ഇടാമെന്ന് കരുതി കുറച്ച് ചോക്ലേറ്റ് ഇവിടെ എടുത്തു വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് ഇതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്ന് എടുക്കണം. അപ്പോൾ അതിന് ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഞാനിവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ഭാഗം, ഇപ്പം ആദ്യത്തെ ഒരു മുകളിലത്തെ ഇത് അടപ്പ് ഞാൻ പൊളിച്ചു. അതുപോലെ തന്നെ നമ്മളെ ബാക്ക് സൈഡും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കത്തി നല്ല മൂർച്ച, അതുകൊണ്ടാണത് കിട്ടാത്തത്. അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് ഓരോ ചോള വേർതിരിച്ച് നമുക്ക് കിട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. ഇതൊരു ചുളയാണ്. അതുപോലെ തന്നെ ഈ ഗ്യാപ്പിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കത്തി വെച്ച് കൊടുക്കണം. ഇത് അറിയാത്തവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. ഇപ്പോൾ അറിയാത്തവരൊന്നും ഉണ്ടാവുകയൊന്നും അറിയില്ല. എന്തായാലും അറിയാത്തവർക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ മൊത്തം ഒന്ന് വരിഞ്ഞെടുത്തു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് പൊളിച്ചെടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗം ഒന്ന് എൻ്റെ കത്തി പിന്നെ ഇതിലൊക്കെ പാളിപ്പോകണം. എനിക്കൊരു പേടിയില്ല, മൂർച്ചയുള്ള കത്തി. പക്ഷേ എനിക്ക് എല്ലാം ഞാൻ ഉപയോഗിക്കാറില്ല കത്തിയെല്ലാം മൂർച്ച. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ അടപ്പും എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, നല്ല പെട്ടെന്ന് നമുക്ക് ഓരോരോ അത് കട്ട് ചെയ്ത് നല്ല കറക്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ എടുക്കുക. അപ്പോൾ എന്തായി, നമുക്ക് പെട്ടെന്ന് ഈ അല്ലിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് 2-3 മിനിറ്റ് കൊണ്ട് പിന്നെ റെഡിയാക്കി എടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ അല്ലി തിരിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് മിക്സിയിലോട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് പാൽപ്പൊടി കുറച്ച് ആവശ്യത്തിന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാനുള്ളത് അടിച്ചെടുക്കാം. ജസ്റ്റ് എങ്ങനെ വെള്ളം ഇടുന്ന വെച്ചാൽ നമുക്ക് പാൽപ്പൊടി ആയതുകൊണ്ട് ഇതേ ലെവലിൽ വെള്ളം പാടുള്ളൂ. അതേ ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചാണ് അടിച്ചെടുക്കുന്നത്. റെഡിയായി വന്നിട്ട് നമുക്കൊന്ന് പിന്നെ ജസ്റ്റ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ചെടുക്കുക, അതിൻ്റെ കൂരിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഞാനിവിടെ 2 ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് അനാറ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിസ്ത, പിന്നെ ബദാം, ചോക്ലേറ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അനാറ് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു 2 അനാറ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഡെക്കറേറ്റ് ചെയ്തത് ഞാൻ ഇതിൽ കുറച്ച് വേറൊരു അനാറ് പൊളിച്ചു, കുറച്ച് അനാറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാണാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിസ്ത, ബദാം, അതുപോലെ തന്നെ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിലും ഇതേപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. താങ്ക് യു.